നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം ടെൻഷനാവണ്ട. ഇനി അതൊന്നും ചിന്തിക്കാൻ വേണ്ട. ഗോപിക പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. കുട്ടനുമായിട്ടുള്ള വിവാഹത്തിന് മനസ്സറിഞ്ഞ് തന്നെ ഞാൻ സമ്മതിച്ചത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്റെ വാക്കും തീരുമാനവും ഞാൻ മാറ്റില്ല മാഡം. ധൈര്യമായിട്ടിരിക്കുക. എന്തായടാ സംഗതി സക്സസ്. നോക്കട്ടെ. ഇതോടെ അവളുടെ അഹങ്കാരം തീരും. ഈ വിഷ്വൽസ് വെച്ച് ഞാൻ അവളെ എന്റെ കാൽ കീഴിൽ കൊണ്ടുവരും. എടാ, ഇവനെങ്ങനെ ഇവളുടെ മുറിയെത്തി? നാശം പിടിക്കും. കുട്ടനെന്താ ഇവിടെ? ഞാൻ മാലാഖെ കാണാൻ വന്നാ. ഞാൻ മാലാഖയ്ക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ട്. താങ്ക്സ്. അതെ, നോക്കി എങ്ങനെ ഈ നേരത്തെ ഇവിടെ വന്നു? അതെ, അഭിഷേകിന്റെ കൂടെ വന്നതാ. അഭിഷേകോ? എന്നിട്ട് അഭിഷേക് എവിടെ? അവൻ പുറത്തുണ്ട്. വാ, നമുക്ക് അഭിഷേകിനെ പോയി കാണാം. വാ. കണ്ട കുഴപ്പാവും. അഭി അങ്ങനെ പറഞ്ഞേ. വാ വാ, നടക്ക്. വാ. അയ്യോടാ, ഈ ടെഡി ബെയർ എങ്ങനെ ഇവിടെ വന്നു? എടുത്തോ. എടുക്കല മണ്ടോ. കുട്ടാ, ഇത് ഞാൻ എടുത്തോട്ടെ. എടുത്തോ. വാ. അവിടെ പോയി കാണാം. വാ. നാശം. ആയിരം സ്വർഗങ്ങൾ സ്വപ്നമായെത്തി, ആയിരം സ്വർഗങ്ങൾ സ്വപ്നമായി എത്തി, മായികെ നീ നിൻ നടനം നടത്തി, മായയെ നീ നടനം നടത്തി, പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ, പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ. ആയി അമ്മേ, അമ്മ ഇന്ന് എനിക്ക് ഇവിടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുമോ? ആ, കളിക്കാലോ. അതിനെന്താ? പിന്നെ ഡ്രോയിങ്ങിന് പോകാൻ പറ്റുമോ? തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ, ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിക്കൂ. പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ, തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ. കുട്ടാ, സിദ്ധു, മോൻ അവിടെ പോയിരിക്കെ. എനിക്ക് മാലാഖയോടൊന്ന് സംസാരിക്കണം അമ്മ. സംസാരിക്കാം സിദ്ധു, കുറച്ച് കഴിയട്ടെ. മോനിപ്പ അവിടെ ചെന്നിരിക്കും. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. സിദ്ധു പറയുന്നത് കേക്ക് മോനെ. എനിക്ക് സംസാരിക്കണം അമ്മ.
അമ്മ പറയുന്നത് കേക്ക് മോനെ. നല്ല കുട്ടിയല്ലേ, ഇപ്പൊ അവിടെ ഇരിക്കെ. ചെല്ല് സിദ്ധു, പോയിരിക്കെ. നീങ്ങിരിക്കി. ദേവിക, ഒന്ന് വരൂ, എനിക്കൊന്ന് സംസാരിക്കണം. ആരും ബഹളം വെക്കരുത്. ഞാനിപ്പോ വരാം. കുട്ടാ, ഞാനിപ്പോ വരാം. നോക്കണേ. എന്താ മാഡം, എന്താ പറയാനുള്ളത്? എല്ലാം ആലോചിച്ചിട്ട് തന്നെയല്ലേ ദേവിക സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? അതെ, അത് ഞാൻ മാഡത്തിനോടും മുത്തശ്ശിയോടും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണല്ലോ. പിന്നെന്ത് പറ്റി? ദേവികയെ സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലാന്നും പറഞ്ഞ് ഗോപിക അവിടെ കിടന്ന് ബഹളം കൂട്ടുന്നുണ്ടായിരുന്നു. ഓ, അതാണോ കാര്യം? അവളിത് എന്നോടും പറഞ്ഞിരുന്നു. ഋഷിയോ അവൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചേ. ഋഷി ഗോപികയെ സപ്പോർട്ട് ചെയ്തെന്നോ? എന്നിട്ട് അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. മാഡം ടെൻഷനാവണ്ട. ഇനി അതൊന്നും ചിന്തിക്കുക വേണ്ട. ഗോപിക പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. കുട്ടനുമായിട്ടുള്ള വിവാഹത്തിന് മനസ്സറിഞ്ഞ് തന്നെ ഞാൻ സമ്മതിച്ചത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്റെ വാക്കും തീരുമാനം ഞാൻ മാറ്റില്ല മാഡം. ധൈര്യമായിട്ടിരിക്കെ. നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? സിദ്ധുവിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ ഏത് സ്ത്രീയാ തയ്യാറാവുക എന്ന ഗോപിക എന്നോട് ചോദിച്ചേ. നീ അതിന് തയ്യാറാണല്ലോ അല്ലേ? മാഡം ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞ് പ്രയാസപ്പെടരുത്. ഞാൻ പറഞ്ഞില്ലേ, ദയവായിട്ടായി വിവാഹത്തിന് എന്നെ സമ്മതിപ്പിച്ചത്. ഇത് ഈശ്വര നിശ്ചയ. അതുകൊണ്ട് നന്ദി പറയേണ്ടതും കരയേണ്ടതൊക്കെ ഈശ്വരന്റെ മുൻപിലാ. മാഡം കണ്ണു തുടക്കേ. ദേവികെ, എന്റെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ഗോപികയുടെ അനിഷ്ടവും നീ മാറ്റിയെടുക്കണം എന്നു മാത്രമല്ല, കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി നീ വേണം നോക്കി നടത്താൻ. എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം മാഡം. ഋഷിയുടെ കല്യാണം നടന്നതുപോലെ ആവരുത് സിദ്ധുവിന്റെ കല്യാണം എന്നൊരു വാശി എനിക്കുണ്ട്. ഈ നാട് കണ്ടതിൽ വെച്ച് കേമമായ വിവാഹമായിരിക്കണം സിദ്ധുവിന്റേത്. ഞാൻ കുറച്ച് പണം ദേവിയയ്ക്ക് തരാം. ആ പണം കൊണ്ട് അഞ്ജിതയ്ക്കും ദേവികയ്ക്കും വേണ്ട ആഭരണങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.